ഇടുക്കിയിൽ കനത്ത മഴ. നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടിയതായ സംശയം. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. കല്ലാർ പുഴ കരകവിഞ്ഞൊഴുകുന്നു. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ 8 മണിക്ക് തുറക്കും. അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ നൽകാനായി സ്വാന്തനയും ചേരും. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ, ഇടുക്കിയിൽ ഇപ്പോൾ മഴ കുറവുണ്ടല്ലേ? പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും അടുത്ത മഴ പ്രതീക്ഷിക്കുന്നു. പറയൂ. റോഷ്നി, അതിശക്തമായ മഴയ്ക്ക് ഇപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ട്. പക്ഷെ മഴ പൂർണ്ണമായി മാറിയെന്ന് പറയാൻ ആയിട്ടുമില്ല. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഇടുക്കിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നെടുങ്കണ്ടം, കുമളി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ നെടുങ്കണ്ടത്തെ കല്ലാർ പുഴ കരകവിഞ്ഞ് ഒഴുകിയതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നൂറിലധികം വീടുകളിൽ വെള്ളം കയറുകയും ഈ വീടിനകത്തുണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും ഇപ്പോഴും ഉയർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ജലനിരപ്പ് ഇപ്പോഴും താഴ്ന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ കല്ലാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൂട്ടാറ്, തേഡ് ക്യാമ്പ്, സന്യാസിയോട, മുണ്ടേരുമ, തൂക്കുപാലം, താന്നിമൂട്, കല്ലാർ തുടങ്ങിയ നഗരങ്ങളെല്ലാം തന്നെ ചെറിയ ടൗണുകളാണ്. ഈ ടൗണുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴും ടൗണുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയോ ഉരുൾപൊട്ടിയതായിട്ട് സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടി എത്തിയ കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള ജലം ഈ പുഴയിലേക്ക് എത്തിയതാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയായിരുന്നു ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങിയത്. ഇതേ തുടർന്ന് പ്രാദേശികമായുള്ള ഗ്രൂപ്പുകളിൽ വാട്സപ്പ് സന്ദേശം എത്തി. ഇതോടെ ആളുകൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോഴും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കല്ലാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. 2018 ഇതിനു മുമ്പ് കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 8 മണിക്ക് ഉയർത്താൻ പോവുകയാണ്. സ്പിൽവേ ഷട്ടറുകൾ മുഴുവൻ സ്പിൽവേ ഷട്ടറുകളും ഉയർത്തിക്കൊണ്ട് 5000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ കുമളിയിലാണ് മറ്റൊരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുമളിയിൽ തോട് കരകവിഞ്ഞൊഴുകിയതോടെ 5 പേർ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ സഹായത്തോടെയാണ് വീട്ടിൽ കുടുങ്ങിയ 5 ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ 42 കുടുംബങ്ങളെ, കുമളി ഭാഗത്ത് 42 കുടുംബങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ഭാഗത്തും തോടുകളിൽ വെള്ളം ഉയർന്നതോടെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. വണ്ടിപ്പെരിയാർ, കക്കിക്കവല ആറ്റിൽ വെള്ളം കയറിയതോടെ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതുകൂടാതെ അല്പസമയം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത കട്ടപ്പന നഗരത്തോട് ചേർന്ന് തോടിൽ വെള്ളം ഉയർന്നതോടെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ കുറേയധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ മറ്റ് വലിയ പ്രശ്നങ്ങളില്ല. ആളുകൾക്ക് പരിക്കേൽക്കുന്ന അത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 9 മണിയോടുകൂടിയാണ് മഴ വിവിധ മേഖലകളിൽ ആരംഭിക്കുകയും ചെയ്തത്. അത് പുലർച്ചെ ഒരു 5 മണി വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്താണെങ്കിലും ഈ നിമിഷം മഴ മാറി നിൽക്കുകയാണ് റോഷി. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ അത് വീണ്ടും ആശങ്കയുണ്ടാക്കുകയും ചെയ്യും. മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രാമധ്യയും വിവിധയിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. ലൈൻ കമ്പികളെല്ലാം തന്നെ പൊട്ടി റോഡിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ചെറുതും വലുതുമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഒരു വ്യക്തമായൊരു വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഒരു 7 മണിയെങ്കിലും ആവും. കാരണം നേരം വെളുത്ത് എവിടേക്കാണ് ഉരുൾപൊട്ടിയതെന്നതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ നേരം പുലരണം എന്നാണ് ആളുകൾ തന്നെ പറയുന്നത്. എന്താണെങ്കിലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശം ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട് റോഷ്നി. ശരി, രാഹുൽ സുരേഷാണ് ഇടുക്കിയിലെ സാഹചര്യം പറഞ്ഞത്.